ഹീമാൻ ആൻഡ് ദ മാസ്റ്റേഴ്സ് ഓഫ് ദി യൂണിവേഴ്സ് സിനിമയുടെ ഒഫീഷ്യൽ സെക്കൻഡ് ട്രെയിലർ റിലീസ് ആയപ്പോൾ നമുക്കെല്ലാവർക്കും വലിയൊരു സർപ്രൈസ് ആയിട്ട് മലയാളം ട്രെയിലർ വന്നിട്ടുണ്ട്. അതായത് ഹീമാൻ മൂവി ഈ വരുന്ന ജൂൺ 5 നമ്മുടെ കേരളത്തിൽ ഇംഗ്ലീഷിൽ മാത്രമല്ല മലയാളം വേർഷനിലും തിയേറ്ററുകളിൽ റിലീസാകും. സർപ്രൈസിന് മുകളിൽ മറ്റൊരു സർപ്രൈസ് ആയിട്ടാണ് സാക്ഷാൽ ഹീമാന് ശബ്ദം കൊടുത്തിരിക്കുന്നത് ഉണ്ണി മുകുന്ദനാണെന്നുള്ളത്. ഉണ്ണി മുകുന്ദൻ മാത്രമല്ല ഹാരിഷ് ഉത്തമനാണ് ഈ സിനിമയിലെ ഡങ്കൻ അല്ലെങ്കിൽ മാനറ്റാംസിന് മലയാളത്തിൽ ശബ്ദം കൊടുത്തിരിക്കുന്നത്. അതേപോലെ ആദിത്യയാണ് സ്കെലട്ടർ അല്ലെങ്കിൽ അസ്ഥികൂടന് ശബ്ദം കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നമുക്ക് സുപരിചിതമായ മുഖങ്ങളാണ് ഹീമാൻ്റെ ഐക്കോണിക് ആയിട്ടുള്ള ആ ഒരു ക്യാരക്ടേഴ്സിന് വോയിസ് കൊടുക്കുന്നത്. അതുപോലെ മലയാളം ഡബ് വരുന്നു. ഈ ഒരു വലിയ എക്സൈറ്റ്മെൻറ്റുകൾക്ക് പുറമേ തന്നെ ട്രെയിലറിനകത്ത് നമുക്ക് സംസാരിക്കാനും ബ്രേക്ക് ഡൗൺ ചെയ്യാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ നമുക്ക് അതിലേക്കും ഡബ്ബിങ്ങിലെ കാര്യങ്ങളിലേക്കും കിടക്കാം. വെൽക്കം ടു കൊമിക് മന്ത്ര. ഞാൻ ശ്രീനന്ദൻ ചെങ്ങന്നൂർ. ഹീമാൻ ആൻഡ് ദ മാസ്റ്റേഴ്സ് ഓഫ് ദി യൂണിവേഴ്സിന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാർട്ടൂൺ സീരീസിൽ നിന്നാണെങ്കിൽ കാർട്ടൂൺ മുമ്പ് തന്നെ ഒറിജിനലി ഇതൊരു ടോയ് ലൈൻ ആയിരുന്നു. അതായത് മേറ്റൽ ടോയ്സിന്റെ കീഴിൽ ആക്ഷൻ ഫിഗർ സീരീസ് ആയിട്ടാണ് ഹീമാൻ ആദ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് 80s ഫിലിമേഷൻ്റെ ക്ലാസിക് കാർട്ടൂൺ സീരീസ് വന്നത്. ഈ കാർട്ടൂൺ സീരീസാണ് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളത്. 90s ഇത് ദൂരദർശനിൽ മലയാളത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് 2000s സൂര്യ TV മലയാളത്തിൽ വന്നു. അതേ വർഷം തന്നെ കൊച്ചി TV 2010 വന്നു. അതായത് തലമുറകളുടെ നായകൻ എന്നൊക്കെ നമുക്ക് മലയാളികൾ വിളിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഹീറോ ആണ് ഹീമാൻ. അത്രത്തോളം ജനറേഷൻസ് ഹീമാൻ്റെ വലിയൊരു ഫാൻസ് ആയിട്ടുണ്ട് ചൈൽഡ്ഹുഡിൽ. അതിൽ ഞാനും നിങ്ങളും അടക്കമുള്ള എല്ലാവരും പെടും. അപ്പോൾ ഈ കാർട്ടൂൺ സീരീസിലുള്ള നമ്മൾ കണ്ട ഒരു സ്ഥിരം ഫോർമുലയോ അതിലെ കാര്യങ്ങളോ അല്ല സിനിമയിൽ വരാൻ പോകുന്നത്. കുറച്ചധികം വ്യത്യാസമുണ്ട്. കാർട്ടൂൺ നമുക്കറിയാം എപ്പിസോഡിക്കാണ്, ഓരോ എപ്പിസോഡിൽ ഓരോ കഥ. മോസ്റ്റ്ലി സംഭവിക്കുന്നത് ഹീമാനും ടീമും ഉണ്ട്. എറ്റേണിയിലാണ് കഥ നടക്കുന്നത്. അസ്ഥികൂടൻ അല്ലെങ്കിൽ സ്കെലട്ടറിൻ്റെ കൂടെയുള്ള ദുഷ്ടശക്തികളും കൂടെ ചേർന്നിട്ട് ഇവർക്കെതിരെ പോരാടും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കുരുട്ടുബുദ്ധിയൊക്കെ ആയിട്ടായിരിക്കുമല്ലോ വില്ലന്മാർ വരിക. എന്തായാലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഹീമാനും ടീമും വിജയിക്കും. ഇതാണ് മോസ്റ്റ്ലി എല്ലാ എപ്പിസോഡിലുള്ളത്. ആൻഡ് വി ലവ് ദ ഫോർമുല. നമുക്കെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നത്. ഇപ്പോൾ വരാൻ പോകുന്ന സിനിമയിൽ അങ്ങനല്ല. വാട്ട് ഇഫ് സ്കെലട്ടർ വോൾ? സ്കെലട്ടറാണ് എറ്റേണി വിജയിച്ച് എറ്റേണിയുടെ രാജാവായിരുന്നെങ്കിൽ എന്താണ് സംഭവിക്കുക? അതാണ് ഈ സിനിമയിലെ കഥ. നമുക്കറിയാം എറ്റേണി എന്ന് പറയുന്നത് ഒരു ഡിഫറെൻറ്റ് പ്ലാനറ്റ് ആണ്. അപ്പോൾ അവിടെ ഭരിക്കുന്ന രാജാവിൻ്റെയും റാണിയുടെയും മകനാണ് പ്രിൻസ് ആഡം. പ്രിൻസ് ആഡമാണ് ഹീമാൻ. പക്ഷേ രാജാവിനോ റാണിക്കോ ഒന്നും തങ്ങളുടെ മകനാണ് ഹീമാൻ എന്നറിയില്ല. ഹീമാൻ്റെ ഒരുപാട് വീരകൃത്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. ഹീമാൻ്റെ കൂടെ ഉള്ളൊരു 3-4 പേരുണ്ട്. ഇവർക്ക് മാത്രമാണ് ഹീമാനാണ് പ്രിൻസ് ആഡം എന്നുള്ള സത്യം അറിയാവുന്നത്. വില്ലനായ സ്കെലട്ടറിനോ അല്ലെങ്കിൽ രാജാവിനോ റാണിക്കോ ഒന്നും ഇതിനെപ്പറ്റി അറിയില്ല. ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് വെച്ചാൽ ഹീമാൻ്റെ അമ്മ ശരിക്കും ഹ്യൂമൻ ആണ്. അതായത് എർത്തിൽ നിന്നും വന്നാണ്. എറ്റേണിൽ വളരെ കാലം മുന്നേ ഒരു സ്പേസ് ഷിപ്പ് എർത്തിൽ നിന്നും വന്ന് പതിക്കുകയും ഇവിടെ വന്ന് കുടുങ്ങിപ്പോവുകയും ചെയ്തു. എന്നാൽ ഈ ഒരു സ്ത്രീ അവിടുത്തെ രാജാവുമായിട്ട് ഒരുപാട് പ്രണയത്തിലാവുകയും അങ്ങനെ ഇവർ കല്യാണം കഴിക്കുകയും അങ്ങനെയാണ് ഹീമാൻ അല്ലെങ്കിൽ പ്രിൻസ് ആഡം ഉണ്ടാവുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ പകുതി ഹ്യൂമനുമാണ് പ്രിൻസ് ആഡം അഥവാ ഹീമാൻ. അപ്പോൾ ഈ ഒരു സ്റ്റോറി ലൈൻ സീരീസ് അത്ര വലിയ രീതിയിലൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. വളരെ കുറച്ചേ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമയുടെ ബാക്ക് ബോൺ തന്നെ ഈ സ്റ്റോറി ലൈൻ ആണെന്ന് പറയാം. കാരണം പ്രിൻസ് ആഡം ഈ ഒരു സിനിമയിൽ തുടക്കത്തിൽ വരാൻ പോകുന്നത് എർത്തിലാണ്. പ്രിൻസ് ആഡമിനെ നമ്മൾ കാർട്ടൂണിൽ കാണുമ്പോൾ എപ്പോഴും ഒരു അഡൾട്ടായിട്ടാണ് കാണുന്നത്. ഒരു ടീനേജർ ആയിട്ടാണെന്ന് പറയാം. കാരണം ഒറിജിനലി ഇവിടെ പ്ലാൻ എന്ന് വെച്ചാൽ പ്രിൻസ് ആഡം വളരെയധികം സ്കിന്നിയാണ്. ഹീമാനായിട്ട് ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ ഭയങ്കര മസ്കുലർ ആവുന്നു. അതുകൊണ്ടാണ് ആർക്കും പെട്ടെന്ന് കണ്ടാൽ രണ്ടുപേരും തിരിച്ചറിയാൻ പറ്റാത്തതെന്നായിരുന്നു. പക്ഷേ ആ കാലത്തെ ആനിമേറ്റഡ് കോസ്റ്റിൻ്റെ ഒക്കെ പ്രശ്നം കാരണമാണ് ഇവർ രണ്ടുപേരും ഒരേ സൈസ് ആക്കിയത്. അപ്പോൾ ആനിമേറ്റ് ഈസി ആയിരുന്നു. ഇത് കുറേ പേര് ലോജിക്കൽ ഇഷ്യൂ ആയിട്ട് പറയുന്നുണ്ട്. പ്രിൻസ് ആഡോ ഹീമാനും ലിറ്ററലി ഒരാളെ പോലെ ഇരിക്കുന്നു. മുടിയുടെ കളറും കോസ്റ്റ്യൂമും മാറുന്നേ ഉള്ളെന്ന്. അപ്പോൾ ഇതാണ് ആ ഒരു ലോജിക്കിന് പിന്നിൽ. പിന്നീട് വന്ന ആനിമേറ്റഡ് സീരീസുകൾ ഇവരിതൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. പ്രിൻസ് ആഡമിനെ സ്കിന്നി ആയിട്ടും ഹീമാനെ മസ്കുലറായിട്ടും ഒക്കെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദ പോയിന്റ് ഈസ് ഹീമാൻ അസ്ഥികൂടനെതിരെയൊക്കെ കാർട്ടൂണിൽ നേരിടുമ്പോൾ ഒരു ടീനേജർ അല്ലെങ്കിൽ അഡൾട്ടായിട്ട് ഗ്രോ ചെയ്തതിന് ശേഷമാണ് നമ്മൾ കാർട്ടൂണിൽ കണ്ടതെങ്കിൽ ഇവിടെ പ്രിൻസ് ആഡം വളരെയധികം കുട്ടിയായിരിക്കുന്ന സമയത്ത്, വളരെ ചെറുപ്പമായിരിക്കുന്ന സമയത്താണ് സ്കെലട്ടർ എറ്റേണിയെ കീഴടക്കാൻ വരുന്നത്. അപ്പോൾ ആ ഒരു ബാറ്റിൽ സ്കെലട്ടർ അല്ലെങ്കിൽ അസ്ഥികൂടം വിജയിച്ചു നമുക്ക് പിന്നെയുള്ള ഷോർട്സിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. മിക്കവാറും പ്രിൻസ് ആഡമിൻ്റെ അച്ഛനായ രാജാവിനെ കൊന്നിട്ടുണ്ടായിരിക്കണം. എന്തായാലും പ്രിൻസ് ആഡമിൻ്റെ അമ്മ എങ്ങനെയെങ്കിലും തന്നെ മകനെ രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്നും ഭൂമിയിലേക്ക് അയക്കുകയാണ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഈസി ലോജിക്കാണ്. ഗ്രേസ്കൽ കോട്ടയിൽ വെച്ചിട്ട് സോഴ്സറസ് അഥവാ സാഹസിയായിരിക്കാം സഹായിച്ചിട്ടുണ്ടാവുക. മൊറേന ബക്കറിനാണ് ഈ സിനിമയിൽ സോഴ്സസ് ആയിട്ട് വരുന്നത്. മൊറേന ബക്കറിന് നിങ്ങൾക്ക് ഡെഡ്പൂൾ സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. ഡെഡ്പൂളിൻ്റെ ഗേൾഫ്രണ്ടായ വനേസയായിട്ട് അഭിനയിച്ച സെയിം ആക്ട്രസ് ആണ്. അപ്പോൾ സാഹസിയുടെ സഹായത്തോടുകൂടെ തന്നെയായിരിക്കണം പ്രിൻസ് ആഡമിനെ ഭൂമിയിലേക്ക് അയക്കുന്നത്. ഇവിടെ ഭൂമിയിൽ നമ്മളെയൊക്കെ പോലെ സാധാരണക്കാരനായ ഒരു കോർപ്പറേറ്റ് ജോബൊക്കെ ചെയ്ത് പിന്നീട് പ്രിൻസ് ആഡം ജീവിക്കുന്നു. പക്ഷേ പ്രിൻസ് ആഡമിനെ തേടിയുള്ള ആ ഒരു വാൾ, ആ ഒരു പവർ നൽകുന്ന ഗ്രേസ്കൽ കോട്ടയിലെ വാൾ, അത് പലയിടത്തായിട്ട് ഇങ്ങനെ പല സ്ക്രീനിലായിട്ടും അല്ലാതെയൊക്കെ ക്ലൂസ് വരികയും പ്രിൻസ് ആഡമിനെ തേടി വരികയും ചെയ്യുന്ന കുറേ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ട്രെയിലറിൽ കാണുന്നത്. അപ്പോൾ സംഗതി സിമ്പിളാണ്. ഇപ്പോൾ എറ്റേണിയെ ഭരിക്കുന്നത് സ്കെലട്ടർ അല്ലെങ്കിൽ അസ്ഥികൂടനാണ്. ഇതിൽ നിന്നും എറ്റേണിയെ രക്ഷിക്കാൻ അവരുടെ യഥാർത്ഥ ഹീറോ, അവരുടെ ചാമ്പ്യൻ ഹീമാൻ തിരികെ വരണം. എന്നാൽ പ്രിൻസ് ആഡം ഇപ്പോൾ പവറൊന്നും ഇല്ലാതെ വാളും തപ്പി നടക്കുന്ന ഒരാൾ മാത്രമാണ്. ഇവഞ്ച്വലി എങ്ങനെ ഈ പവർ കിട്ടുമെന്നും എങ്ങനെയാണ് എറ്റേണിയെ തിരിച്ചു പിടിക്കുന്നതെന്നും ഒക്കെ തന്നെയാണ് സിനിമയിൽ വരാൻ പോകുന്ന ഒരു മെയിൻ പ്ലോട്ട്. സോ ഇത് ഓൾറെഡി എക്സൈറ്റിംഗ് ആണ്. ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ട് സ്പോയിലർ ആയെന്നും തോന്നരുത്. നമുക്ക് ട്രെയിലറിൽ നിന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്.
നമ്മൾ കാർട്ടൂണിൽ കണ്ട ആ ഒരു സ്ഥിരം സംഭവത്തിൽ നിന്ന് മാറി ഇങ്ങനൊരു പ്ലോട്ട് ആക്കിയത് എന്തുകൊണ്ടും ഇൻട്രസ്റ്റിംഗ് ആയി. കാരണം പുതിയൊരു കാലഘട്ടത്തിലോട്ട് വരുമ്പോൾ പുതിയൊരു ജനറേഷൻ ഓഫ് ഓഡിയൻസ് ആണ്, അവരെയൊക്കെ കയ്യിലെടുക്കണമെങ്കിൽ ഇങ്ങനെ ഒരു അപ്രോച്ചേ പറ്റും. പിന്നെ ഇതിൻ്റെ ക്രിയേറ്റേഴ്സിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് പഴയ നൊസ്റ്റാൾജിയൊക്കെ എടുത്ത് മിൽക്ക് ചെയ്ത് പല കണ്ടന്റുകളും ചെയ്യുന്നുണ്ട്. നമ്മൾ അങ്ങനെയല്ല, നമ്മൾ ജെന്യൂൻ ആയിട്ടുള്ള ഒരു കണ്ടന്റാണ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് അത് നമുക്ക് ട്രെയിലറിലൂടെ ഒക്കെ കാണാൻ പറ്റുന്നു. ക്ലാസിക് കാർട്ടൂൺ സീരീസിന്റെ ഇൻട്രോയുടെ അവസാനം പറയുന്ന ഡയലോഗ് ഉണ്ട്: ദുഷ്ടശക്തികളെ അസ്ഥികൂടൻ അടക്കമുള്ളവരിൽ നിന്നും ഗ്രേസ്കൽ കോട്ടയുടെ രഹസ്യങ്ങളെ കാത്തു സൂക്ഷിക്കുകയാണ് ഹീമാനും കൂട്ടരും. അപ്പോൾ അത്തരത്തിലുള്ള കുറേ ദുഷ്ടശക്തികൾ അഥവാ വില്ലന്മാർ കാർട്ടൂണിൽ ഇപ്പോൾ സിനിമയിലോട്ടും വരുന്നുണ്ട്. ആദ്യത്തേത് ഒബ്വിയസ്ലി സ്കെലറ്റർ അഥവാ അസ്ഥികൂടനാണ്. ജാരഡ് ലെറ്റോയാണ് സിനിമയിൽ സ്കെലറ്ററായിട്ട് വരുന്നത്. ജോക്കർ അതേപോലെ മോർബീസ് ഒക്കെ ആയിട്ട് മാർവൽ DC ഫാൻസിന് ഈ ഒരു ആക്ടറിന് സുപരിചിതമാണ്. അപ്പോൾ നമ്മുടെ മലയാളം അടക്കമുള്ള സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജിൽ ഈ ഒരു ക്യാരക്ടറിന് ഡബ് ചെയ്തിരിക്കുന്നത് ആദിത്യ മേനോനാണ്. നിങ്ങൾ കുറേ സിനിമകളിൽ ആദിത്യ മേനോനെ കണ്ടിട്ടുണ്ടായിരിക്കും. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഞാൻ ആദ്യമായിട്ട് ഇദ്ദേഹത്തെ കാണുന്ന സിനിമയായിട്ടുള്ള വാമനപുരം ബസ് റൂട്ടാണ്. അതിലാണ് ഫസ്റ്റ് ടൈം ഞാൻ കാണുന്നത്. പിന്നീട് ഈച്ചയിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുത്തൊരു വില്ലനിലേക്ക് വരികയാണെങ്കിൽ ട്രാപ്പ് ജോസ് ആണ്. ട്രാപ്പ് ജോസിന്റെ ഒരു കിടിലൻ ആക്ഷൻ സീക്വൻസ് ഒക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്, ഈ ട്രെയിലർ തന്നെ കാണിക്കുന്നുണ്ട്. ആ ഒരു മെക്കാനിക് സെറ്റപ്പ് ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് കൊച്ചിലെ ഏറ്റവും ഇഷ്ടമുള്ള വില്ലൻസിൽ നിന്ന് ട്രാപ്പ് ജോസ് ആയിരുന്നു. പിന്നെ ബീസ്റ്റ്മാൻ ഉണ്ട്. ബീസ്റ്റ്മാൻ എർത്തിൽ വന്ന് ഭയങ്കര അലമ്പുണ്ടാക്കുന്ന സീനൊക്കെ നമ്മൾ ട്രെയിലറിൽ കണ്ടിരുന്നു. പിന്നെ ഈവിളിൻ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഹ്യൂമൻ ക്യാരക്ടേഴ്സിൽ ഒന്നാണ്. അത്രത്തോളം പവർ ആണെങ്കിലും അതേപോലെ കുരുട്ടുബുദ്ധി ആണെങ്കിലും ഉള്ള സ്കെലറ്ററിന് കൂടെ നിൽക്കാൻ ഏറ്റവും പറ്റിയ പാർട്ടി തന്നെയാണ് ഈവിളിൻ. പിന്നെ നമുക്ക് ക്ലാസിക് കാർട്ടൂണിൽ നിന്ന് കിട്ടുന്ന 2 വില്ലൻസ് ആണ് ട്രൈക്ലോപ്സും അതേപോലെ ഗോട്ടുമാനും. ഇവരൊക്കെ സ്കെലറ്റർ അല്ലെങ്കിൽ അസ്ഥികൂടന്റെ കീഴിലുള്ള ഹെഞ്ച്മാനൊക്കെ ആയിട്ട് തന്നെ ആയിരിക്കും വരാൻ പോകുന്നത്. ഗോട്ടുമാനൊക്കെ അത്ര വലിയൊരു സംഭവമൊന്നും ആയിരുന്നില്ല കാർട്ടൂണിൽ. ഇവിടെ ഈ ഒരു പർപ്പസിന് വേണ്ടി തന്നെ ആയിരിക്കും കൊണ്ടുവന്നത്. ഇനി നമുക്ക് ഹീമാന്റെ ടീം, അതായത് ഹീറോസ് ടീമിലേക്ക് വരാം. ഹീമാൻ അല്ലെങ്കിൽ പ്രിൻസ് ആഡമിന്റെ കൂടെ നിൽക്കുന്നത് മെയിനായിട്ട് ടീലയുണ്ട്. ഇപ്പോൾ കാർട്ടൂൺ സീസണിൽ ടീലയാണ് മെയിനായിട്ട് നിൽക്കുന്നത്. പക്ഷേ ടീലയ്ക്ക് ഹീമാനാണ് പ്രിൻസ് ആഡം എന്ന് കാർട്ടൂണിൽ അറിയില്ലായിരുന്നു. പക്ഷേ ഇവിടെ ഒബ്വിയസ്ലി അത് അറിയാം എന്ന രീതിയിൽ തന്നെയാണ് കൊടുക്കുന്നത്. എന്നാൽ ടീലയുടെ അച്ഛനായ ഡങ്കൻ അഥവാ മാൻ അറ്റ് ടാംസിന് ഹീമാൻ ആരാണെന്ന് അറിയാം. ഹീമാൻ ആണെന്ന് അറിയാവുന്ന ആകെ ഒരു 3-4 പേരിലുള്ളത് ഈ ഒരു ക്യാരക്ടർ മാത്രമാണ്. മലയാളം വെർഷനിൽ ഹാരിഷ് ഉത്തമനാണ് ഈ ഒരു ക്യാരക്ടറിന് ശബ്ദം കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒബ്വിയസ്ലി നമ്മുടെ ഹീമാന്റെ പെറ്റായിട്ടുള്ള ഒരു പുലിയുണ്ട്. മലയാളത്തിൽ നമ്മൾ വലയൻ പുലി എന്നും ഉഗ്രം പുലി എന്നുമായിരുന്നു വിളിക്കുന്നത്. ട്രാൻസ്ഫോം ആവുമ്പോൾ ഉഗ്രം പുലിയാവും. പക്ഷേ ഇംഗ്ലീഷോട്ട് വന്നു കഴിഞ്ഞാൽ ഗ്രിഞ്ചർ എന്നും അതേപോലെ ട്രാൻസ്ഫോം ആയി കഴിഞ്ഞാൽ ബാറ്റിൽ കാറ്റ് എന്നാണ് ക്യാരക്ടറിന്റെ പേര്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ സാഹസി അഥവാ സോഴ്സറസ് ഉണ്ട്. പക്ഷേ സിനിമയിൽ എത്രമാത്രം റോൾ ഈ ഒരു ക്യാരക്ടർ ഉണ്ടാകുന്നറിയില്ല. കാരണം എറ്റേണി ഇപ്പോൾ ഭരിക്കുന്നത് സ്കെലറ്ററാണ്. പിന്നെ നമ്മൾ ഏറ്റവും അധികം മിസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറുണ്ട്. അത് ഓർക്കോ എന്ന ആ ഒരു സോഴ്സറർ ഗോബ്ലിനാണ്. സോ കാർട്ടൂൺ സീരീസിൽ ഏറ്റവും അധികം ഫണ്ണായിട്ടുള്ള പോർഷൻസ് ഒക്കെ ഓർക്കോയുടേതായിരുന്നു. എന്തുകൊണ്ടാണ് ഓർക്കോ ഇവരിൽ ഉൾപ്പെടുത്താത്തതെന്ന് അറിയില്ല. മേറ്റലിന്റെ ഒറിജിനൽ ടോയ് ലൈനിലായിരുന്നില്ല, കാർട്ടൂണിലായിരുന്നു ഓർക്കോ ആദ്യം വന്നതെന്നും അതുകൊണ്ട് റൈറ്റ്സ് ഇഷ്യൂ ആണെന്നൊക്കെ കേട്ടിരുന്നു. ഇനി അതല്ല, സർപ്രൈസ് ആയിട്ട് സിനിമയിൽ കൊണ്ടുവരാനാണെന്നും ഒക്കെ റൂമേഴ്സ് ഉണ്ട്. എന്തായാലും ഈ ഒരു ക്യാരക്ടർ സിനിമയിൽ ഇല്ലെങ്കിൽ അത് വലിയൊരു മിസ് തന്നെയായിരിക്കും. പിന്നെ ഇവരുടെ കൂടെ എപ്പോഴും നമ്മൾ റോബോട്ടിനെ കാണുന്നത് ക്ലാസിക് കാർട്ടൂൺ സീരീസ് തന്നെയുള്ള റോബോട്ടോ എന്ന മറ്റൊരു ക്യാരക്ടറാണ്. അപ്പോൾ ഇവരൊക്കെയാണ് ഹീറോസിന്റെ സൈഡിൽ ഹീമാനൊപ്പം ഉള്ളത്. നമ്മൾ ഹീമാൻ മൂവിയുടെ ഫസ്റ്റ് ട്രെയിലർ ബ്രേക്ക് ഡൗൺ ചെയ്ത സമയത്ത് പറഞ്ഞൊരു കാര്യമായിരുന്നു ഇതിന്റെ ഒരു മലയാളം വേർഷൻ തിയേറ്ററുകളിൽ വന്നിരുന്നെങ്കിലെന്ന്. കുറച്ച് മാസങ്ങൾക്ക് മുന്നേ അത് ചെയ്തപ്പോൾ ഒരു ആഗ്രഹമായിരുന്നെങ്കിൽ ഇപ്പോൾ രണ്ടാമത്തെ ട്രെയിലർ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ അത് റിയാലിറ്റി ആയിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഉണ്ണി മുകുന്ദൻ, ഹാരിഷ് ഉത്തമൻ, ആദിത്യ മേനോൻ ഇവരൊക്കെയാണ് സൗണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഇതിന്റെ ഒഫീഷ്യൽ മലയാളം ട്രെയിലർ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ട്രെയിലറാണ് നമ്മളിപ്പോൾ ബ്രേക്ക് ഡൗൺ ചെയ്തത്. സോ ഹീമാൻ എന്ന് പറയുന്നത് എനിക്കെപ്പോഴും മലയാളത്തിൽ തന്നെ കാണാനാണ് താല്പര്യം. ഒറിജിനൽ ക്ലാസിക് വേർഷൻ ഇംഗ്ലീഷാണെന്നറിയാം, പക്ഷേ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുള്ള വേർഷൻ മലയാളമാണ്. അപ്പോൾ ലോക്ക്ഡൗൺ സമയത്ത് ഞാൻ ഈ ക്ലാസിക് വേർഷൻ ഒന്ന് കാണാനൊരു ശ്രമം നടത്തിയിരുന്നു. ഇംഗ്ലീഷ് കിട്ടുന്ന വെച്ചാൽ മലയാളം ഇപ്പം അങ്ങനെ ഫയൽ കിട്ടത്തില്ലോ. അപ്പോൾ നമ്മൾ തപ്പി കണ്ടുപിടിച്ച് ഇംഗ്ലീഷ് കണ്ടെങ്കിലും ഒരു സുഖമൊന്നും ഉണ്ടായില്ല. മലയാളത്തിൻ്റെ ഒരു ഇത് കിട്ടിയിരുന്നു. അതുകൊണ്ട് പിന്നെ ആ പ്ലാൻ അങ്ങ് ഡ്രോപ്പ് ചെയ്തു. ഇപ്പോൾ സിനിമ വരുന്നു എന്ന് പറഞ്ഞപ്പോഴും അതുകൊണ്ടായിരുന്നു. ഇംഗ്ലീഷ് ആണെങ്കിലും നമ്മൾ ഹീമാൻ വരുന്നതിൽ എക്സൈറ്റഡ് ആണ്, പക്ഷേ ഇതിൻ്റെ ഒരു മലയാളം ഉണ്ടെങ്കിൽ എക്സൈറ്റ്മെൻറ്റ് എക്സ്ട്രാ ആവുമല്ലോ. അതിപ്പോൾ എന്തായാലും റിയാലിറ്റി ആയിരിക്കുകയാണ്. നമ്മൾ പണ്ടേ കാണുന്ന ഹോളിവുഡ് സിനിമകൾ, കാർട്ടൂണുകൾ, ഇതിൽ കുറേയൊക്കെ മലയാളം ഡബ്ബഡ് പല TV ചാനൽസിലൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് നമ്മളത് കണ്ട് നൊസ്റ്റാൾജി ആയിട്ട് കുറേ പേരെങ്കിലും മറന്നിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇതിനു വേണ്ടി ഇപ്പോഴും ഒരു കമ്മ്യൂണിറ്റി നമ്മുടെ കേരളത്തിലുണ്ട്. ഹോളിവുഡ് മലയാളം മീഡിയ എന്നാണ് ഈ കമ്മ്യൂണിറ്റിയുടെ പേര്. നമ്മൾ പണ്ട് കണ്ട നൊസ്റ്റാൾജിക് കാർട്ടൂൺ സിനിമകളായിക്കോട്ടെ, ഇപ്പോൾ ഇറങ്ങുന്ന മലയാളം ഡബ്ബഡ് കണ്ടന്റ് ആയിക്കോട്ടെ, ഒരുപാട് സിനിമകൾ, സീരീസുകളുടെ മലയാളം ഡബ്ബഡ് വേർഷൻസ് ഇപ്പോഴും ഇറങ്ങുന്നു എന്നുള്ളത് കുറേ പേർക്കെങ്കിലും അത്ര പരിചയമുള്ള കാര്യമായിരിക്കില്ല. അപ്പോൾ ഇവിടെ ഞങ്ങളെല്ലാവരും ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ വരുന്നതുകൊണ്ട് റീസെൻ്റ്ലി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. തിയേറ്ററിൽ ഡബ്ബൊക്കെ വരും നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു ഫാൻ ഷോ പോലെ അല്ലെങ്കിൽ എല്ലാവരും കൂടെ ചേർന്നൊരു ഷോയ്ക്കൊക്കെ സ്പെഷ്യലായിട്ട് പോകണം, എന്തെങ്കിലുമൊക്കെ ചെറിയ ഇവൻറ്റ് നടത്തണം എന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ അത് ഹീമാൻ ചാടിക്കയറി വരുന്നത്. ഇത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയി. ഒരു സർപ്രൈസിൻ്റെ മുകളിൽ വേറെ സർപ്രൈസ് എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പോൾ ഹീമാൻ. ഇനിയിപ്പോൾ ഹീമാനും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നിങ്ങനെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുവാണ്. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. നമ്മുടെ ഈ പറഞ്ഞ പഴയ നൊസ്റ്റാളജി കണ്ടൻസ് ആയിക്കോട്ടെ, ഇപ്പോൾ ഇറങ്ങുന്ന ആയിക്കോട്ടെ, മലയാളം ഡബ്ബ് റിലേറ്റ് ചെയ്തുള്ള എല്ലാ ഡിസ്കഷൻസും നമ്മൾ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ
ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പർട്ടിക്കുലറായിട്ട് ഒരു കാര്യം പറയാതെ വീഡിയോ അവസാനിപ്പിക്കാൻ തോന്നുന്നില്ല. അത് ഉണ്ണി മുകുന്ദനെ കുറിച്ചിട്ടാണ്. പലരും പറയാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ് മെയിൻ സ്ട്രീം ആക്ടറായ ഉണ്ണി മുകുന്ദനെ കൊണ്ടുവന്ന് വോയിസ് കൊടുത്ത് എങ്ങനെയെങ്കിലും പടത്തിന് റീച്ച് കയറ്റാൻ നോക്കുകയാണെന്ന്. പക്ഷേ ഉണ്ണിയെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മളെയൊക്കെ പോലെ തന്നെ സൂപ്പർ ഹീറോകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്. ഇൻസ്റ്റയിലൊക്കെ തന്നെ ഷെൽഫിൽ ഒരുപാട് ആക്ഷൻ ഫിഗേഴ്സും അതിനകത്ത് ഹീമാൻ്റെ ഫിഗറൊക്കെ ഇപ്പോൾ പിന്നെയും ഇന്നലെ ഇട്ട പോസ്റ്റുകളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ നമ്മളെയൊക്കെ പോലെ സൂപ്പർ ഹീറോകളെ കുട്ടിക്കാലം കൊണ്ട് ഇഷ്ടപ്പെട്ട, നമ്മളെയൊക്കെ പോലെ മലയാളം ഡബ് ഇതിൻ്റെയൊക്കെ കണ്ട് വളർന്ന് അത് ഇവഞ്ച്വലി ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയ ഒരാളായിട്ടാണ് ഉണ്ണി എനിക്ക് തോന്നിയത്. അല്ലാതെ ജസ്റ്റ് ഒരു ആക്ടർ ആയതുകൊണ്ട് മാത്രം കൊണ്ടുവന്നതല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡബ്ബിങ്ങിൽ അതിൻ്റെ ഒരു ജെന്യൂനിറ്റി കാണാം. ഇപ്പം ഇതിലെ ട്രെയിലറിലെ ഏറ്റവും മെയിൻ സീക്വൻസ് ആണ് എന്നുള്ളിൽ ഒതുങ്ങും ആ ശക്തി കൂടിവ. നേരത്തെ മലയാളം പോസ്റ്റർ വന്നിട്ടുണ്ട്, അപ്പോൾ നമുക്ക് ഡബ്ബ് കൺഫേം ആയിരുന്നു. പക്ഷേ എല്ലാവരുടെയും പേടി ഐ ഹാവ് ദ പവർ എന്നുള്ള ഒരു ഇംഗ്ലീഷ് വേർഷൻ തന്നെ യൂസ് ചെയ്യുമെന്നായിരുന്നു. പക്ഷേ ഇവിടെ എന്നുള്ളിൽ ഒതുങ്ങും ആ ശക്തി കൂടിവ എന്നുള്ള ഒരു ഐക്കോണിക് മലയാള സാധനമാണ് ഇട്ടിരിക്കുന്നത്. അത് നമുക്ക് മോഡുലേഷൻ മനസ്സിലാവും, അതുവരെ വന്നൊരു മോഡുലേഷൻ അല്ല. ഇതിനു വേണ്ടി ഒരു സ്പെസിഫിക് കറക്റ്റ് ആ ഒരു കാർട്ടൂണിലെ എന്താണോ അത് റീക്രിയേറ്റ് ചെയ്യാനാണ് നോക്കിയിട്ടുള്ളത്. സോ നമ്മളെയൊക്കെ പോലെ തന്നെ ജെന്യൂനായിട്ട് ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഹീമാന് വോയിസ് കൊടുക്കുന്നത് എന്നുള്ളത് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. അതേപോലെ ഉണ്ണി മുകുന്ദൻ ഡയറക്റ്റ് ചെയ്യുന്ന സൂപ്പർ ഹീറോ സിനിമ വരുന്നത് കുറേ കാലം മുന്നേ നമ്മൾ കേട്ടൊരു കാര്യമാണ്. അതിന് മുന്നോടിയായിട്ടൊരു ചവിട്ടുപടിയായിട്ട് ഹീമാൻ മാറട്ടെ എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ആ ഒരു സൂപ്പർ ഹീറോ മൂവിയാണ് ജെനുവലി നമ്മൾ വെയിറ്റിംഗ് ആണ്. നമുക്ക് ഒത്തിരി കാലം ഒരു പ്രോപ്പർ മൂവി സൂപ്പർ ഹീറോ ജേണറിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ കിട്ടിയിട്ട് ഹീമാൻ്റെ മലയാളം ഡബ്ബ് ഒരു പുതിയ തുടക്കമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കാരണം ഹോളിവുഡ് സിനിമകൾ മലയാളത്തിലേക്ക് ഡബ്ബ് ചെയ്യുന്നു എന്ന് കേട്ടാൽ തന്നെ നെറ്റ് ചുളിയുന്ന കുറേ പേരുണ്ട്. ഇവർ പ്രജുഡൈസ്ഡ് ആയിട്ട് എന്ത് ചെയ്താലും ഇത് നന്നാവില്ല, ബാഡ് ആയിരിക്കും എന്നൊക്കെയുള്ള ഒരു മൈൻഡ് സെറ്റിലാണ്. പക്ഷേ റീസെൻ്റ്ലി വന്ന ഒരുപാട് മലയാളം ഡബ്ബുകൾ അങ്ങനെയല്ല എന്ന് തെളിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ സോണിയുടെ തന്നെ പ്രൊജക്ട് ഹെയിൽ മേരി റീസെൻ്റ്ലി ആമസോൺ പ്രൈം വീഡിയോയിൽ മലയാളം ഡബ്ബ് വന്നിട്ടുണ്ടായിരുന്നു. നല്ല ക്വാളിറ്റി ഡബ്ബായിരുന്നു. അതേപോലെ ഇപ്പോൾ വരാൻ പോകുന്ന ഹീമാൻ എടുത്താലും സ്പൈഡർമാൻ എടുത്താലും ട്രെയിലറിൽ കിട്ടിയ ഡബ്ബ് ക്വാളിറ്റി നല്ലതാണ്. അതിൻ്റെ മുകളിലാണ് തിയേറ്ററുകൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതൊരു പുതിയ തുടക്കമാകട്ടെന്നും ഒരുപാട് ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന ഹോളിവുഡ് സിനിമകൾ മലയാളത്തിൽ വരട്ടെ എന്നുമാണ് എൻ്റെയും HMM കമ്മ്യൂണിറ്റിയുടെ ആഗ്രഹം. സത്യം ഞാൻ കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായിട്ട് ഇങ്ങനെയൊക്കെ നടക്കണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചെങ്കിലും ഇപ്പോഴാണിത് റിയാലിറ്റിയിലേക്ക് വരുന്നത്. ഞാൻ ഈ അടുത്തിടെ വായിച്ച് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു മലയാളം കോമിക്കാണ് മായൻ. 15-ാം നൂറ്റാണ്ടിലെ കോഴിക്കോട് രാജ്യത്താണ് മായൻ്റെ കഥ നടക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ ഈ ഒടിയന്മാരെയൊക്കെ പോലെ പല മന്ത്രതന്ത്ര വിദ്യകൾ അറിയാവുന്നവരാണ് ഈ മായന്മാർ. അപ്പോൾ അക്കൂട്ടത്തിലൊരു മായനാണ് കഥയിലെ നായകൻ. എനിക്ക് കോമിക്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട 2 എലമെൻറ്റ്സ്, ഒന്ന് ഫൈറ്റും 2 ഹ്യൂമറുമാണ്. ഫൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു 10 പേജോളം വരുന്ന ഒരു ഫൈറ്റ് സീക്വൻസ് ഈ കൊമിക്കിലുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫൈറ്റ് സീക്വൻസ് ഈ അമേരിക്കയിലുള്ള കൊമിക്സ് അതേപോലെ മാങ്കയിലൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ഒരു മലയാളം കൊമിക്കിൽ ആദ്യമായിട്ടാണ് ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ഇത്രയും പേജുള്ള ഒരു ഫൈറ്റ് സീൻ കാണുന്നത്. അതേപോലെ തന്നെ ഹ്യൂമർ, ഇതിനകത്തൊരു കുട്ടിയുടെ ക്യാരക്ടറൊക്കെ ഉണ്ട്. ആ ക്യാരക്ടർ വളരെയധികം ഫണ്ണിയാണ്. അപ്പോൾ ഈ ഒരു 2 എലമെൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ കോമിക്സ് വളരെയധികം എൻ്റർടൈനിങ് ആയിരുന്നു. മായൻ പബ്ലിക്കേഷൻസും മലയാള സിനിമകളിലടക്കം ആനിമേഷൻ ചെയ്തിട്ടുള്ള കാർബൺ ഇൻഫിനിറ്റീവാണ് ഈ ഒരു കോമിക്സിന് പിന്നിൽ. ഞാൻ ഇവരുടെ ട്രെയിലർ ഒന്ന് യൂട്യൂബ് എടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലാകും. ഇതിനകത്ത് 3D ആനിമേഷൻ്റെ ഗെയിമിങ്ങിൻ്റെ ഒക്കെ കുറേ എലമെൻറ്റ്സ് ഉണ്ട്. അതായത് മായൻ ഈ കൊമിക്സിൽ മാത്രം ഒതുങ്ങുന്നില്ല, ഇനി അങ്ങോട്ട് ഒരുപാട് ഗെയിമുകൾ, ആനിമേഷൻ സീരീസ്, അങ്ങനെ പല പല മീഡിയമിലേക്ക് പോവുകയാണ്. കോമിക്സ് ഇതിൻ്റെ ഒരു തുടക്കം മാത്രം. ഇതുവരെ ടോട്ടൽ 3 വോളിയൂംസ് ആണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ഒരെണ്ണം മാത്രമായി വാങ്ങുന്നതിനേക്കാൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുക 2 3 ബണ്ടിലായി വാങ്ങുന്നതാണ്. കാരണം ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ ഇത് കൂടാതെ നമ്മൾ കൊമിക് മന്ത്ര ഓഡിയൻസിന് വേണ്ടി സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട്. നിങ്ങൾ 1 2 3 ഏത് വാങ്ങിയാലും കൊമിക് മന്ത്ര 3050 എന്നൊരു കൂപ്പൺ കോഡ് അടിക്കുകയാണെങ്കിൽ എക്സ്ട്രാ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഓർഡർ ചെയ്യേണ്ട വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സ്. അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസിനെ കൊമിക് മന്ത്ര യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. പിന്നെ അപ് ടു ഡേറ്റ് ആയിട്ട് എല്ലാ അപ്ഡേറ്റ്സും കിട്ടാൻ വേണ്ടി നമ്മുടെ വാട്സപ്പ് ചാനലും കൊണ്ടൊന്ന് ഫോളോ ചെയ്തിട്ടേക്കാം. ഇനി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരേക്കും ദിസ് ഇസ് രഞ്ജൻ കന്നൂർ സൈനിങ് ഓഫ് ഫ്രം കൊമിക് മന്ത്ര.